ജനപക്ഷം ബെന്നി ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ബെന്നി ജോസഫ്, കൊച്ചിയിൽ അങ്ങും കൊച്ചിയിലാണല്ലോ, നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഉത്തരവാദിത്ത ബോധത്തോടെ കോർപ്പറേഷൻ നമ്മുടെ അധികൃതർ ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നു? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. ഞാനിവിടെ എറണാകുളത്ത് ജനിച്ചു വളർന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 15 വർഷമായിട്ട്, നമുക്ക് ഇതിൽ LDF മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല, ഒരു 15 വർഷമായിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറയണത് ഏതൊക്കെ രീതിയിൽ കക്കാം, അതിനൊറ്റ കാര്യം ചെയ്താൽ മതി. എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല, എന്നാലും ഒരു 80%, അത് ഇത്തിരി കൂടുതലാണ്, ഒരു 80%ഉം കൗൺസിലർമാരാവട്ടെ MLA-മാരാവട്ടെ രാഷ്ട്രീയത്തിലോട്ട് വരുമ്പോൾ ഒരു ഉണങ്ങി ദരിദ്രം പിടിച്ചു വരും. ഇവര് പോകുമ്പോൾ കോടികൾ ഉണ്ടാവണം. ഈ കോടികളാണ് നമ്മളെ ഇപ്പൊ ശ്വാസം മുട്ടിക്കുന്നത്. കൊച്ചിയില് ചവറ് കൊണ്ടുപോണ കുറെ ഓട്ടർഷ കാണാണ്ട് പോയി. ഈ അന്വേഷണം എവിടെ എത്തി? നിരവധി തവണ ഗ്രീൻ ട്രൈബ്യൂണൽ വടിയെടുത്ത് ഇവരെ പേടിപ്പിച്ചു. ഇപ്പൊ ഇന്ന് കേരള ഹൈക്കോടതി വിളിപ്പിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് കോടതികളോടൊക്കെ ഇപ്പൊ ഒരു ബഹുമാനക്കുറവായി തുടങ്ങിയിട്ടില്ലേ? കാരണം കോടതി പോയാൽ ഒരു 30 കൊല്ലം കിട്ടും, കേസ് തെളിവുകളുടെ അപാകതയിൽ രക്ഷപ്പെട്ടും പോകും. ഇന്നേ വരെ ഒരു MLA-യോ മന്ത്രിമാരോ ആരെങ്കിലും ഇത്രയധികം കേരളത്തെ കട്ടുകുട്ടിച്ചോറാക്കിയിട്ട് ശിക്ഷ മേടിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ബാലകൃഷ്ണ പിള്ളക്ക് കോടതി നടന്ന് 30 കൊല്ലം കഴിഞ്ഞപ്പോ എന്തോ ഒരു ശിക്ഷ വന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇട്ടോകൊണോസിഫിക്ക എന്ന് പറഞ്ഞൊരു അസുഖം വന്നു. ആ അസുഖം എന്താണെന്ന് ഇപ്പൊ അമേരിക്കക്കാര് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെയും അത് ഓക്കെ, അഴിമതി അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ അഴിമതിക്കപ്പുറത്തേക്ക് അതീവ ഗൗരവതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊച്ചി നഗരം പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനും അങ്ങും താമസിക്കുന്ന ഈ കൊച്ചി നഗരത്തിലെ ജനങ്ങൾ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ എന്താണ് വലിച്ചു കയറ്റുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നില്ല. അങ്ങ് കൊച്ചിയിലെമ്പാടും സഞ്ചരിക്കുന്ന ആളാണല്ലോ, എല്ലാം പച്ചയ്ക്ക് പറയുന്ന ആളാണല്ലോ. അങ്ങേക്കറിയാമല്ലോ ആരെങ്കിലും മാസ്ക് ധരിക്കുന്നുണ്ടോ, എന്തെങ്കിലും മുൻകരുതലുണ്ടോ, എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട മുൻകരുതൽ എടുക്കണം എന്നുള്ള നിർദ്ദേശങ്ങളുണ്ടോ? എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? ഈ 5 ദിവസം പ്ലാസ്റ്റിക് മാലിന്യം കത്തിയതിന്റെ ഈ ടോക്സിക് മുഴുവൻ മാസ്ക് വെച്ചാ പോകുന്നു താങ്കളോട് ആരാ പറഞ്ഞ? ഇത് നമ്മൾ ഞാൻ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു N95 മാസ്ക് എങ്കിലും വെക്കാതെ നമ്മളിങ്ങനെ ഒരു തരത്തിലുള്ള ഒരു അത്തരം മുൻകരുതലുകളും ഇല്ലാതെ ഇങ്ങനെ പോവുക എന്ന് പറയുന്നത് എത്രത്തോളം അപകടകരമാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഒറ്റ കാര്യം, 3 ലക്ഷം പേര് ഓൾറെഡി ഇപ്പോൾ ഒരു പകുതി ക്യാൻസർ രോഗി ആയിട്ടുണ്ടാവും. കോടതി ഇന്ന് തൊട്ട് ഒന്ന് മോണിറ്റർ ചെയ്താൽ കൃത്യമായി ഒരു ഇന്റർനാഷണൽ സ്റ്റഡി ഇട്ട, നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നിടത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥരല്ല, കൃത്യമായി ഒന്ന് അന്വേഷിച്ചാൽ കേരളം, പ്രത്യേകിച്ച് കൊച്ചിയിൽ എത്രത്തോളം ടോക്സിക് നമ്മുടെ ഓക്സിജനിൽ വന്നിട്ടുണ്ട് ജനങ്ങൾ വലിച്ചു. ഇപ്പൊ എനിക്കൊക്കെ ഓൾറെഡി ശ്വാസം മുട്ടായി തുടങ്ങി. എന്റെ വീട്ടിലും ഈ പരിസരത്തെ ഓൾറെഡി നമുക്ക് ഒരാഴ്ചത്തെ കോൾഡ് ഉണ്ട് എല്ലാവർക്കും. ഈ മാലിന്യത്തിന്റെ പ്രശ്നത്തിൽ തികച്ചും കുറ്റക്കാരായവര് നാണവും മാനവും ഉണ്ടെങ്കിൽ ഒന്ന് രാജിവെക്കുക. രണ്ടാമത് അവരുടെ മുമ്പിൽ തെറ്റേറ്റു പറഞ്ഞ് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുക. ഇതൊരു കൂട്ടുകച്ചവടമായിരുന്നു. കൊച്ചിക്കാരെ പുകച്ചു കൊന്നു എന്ന് തന്നെ പറയാം. വരും തലമുറ, ജനിക്കാനിരിക്കുന്ന ഗർഭസ്ഥ ശിശുവിന് വരെ ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നഷ്ടപരിഹാരം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. നമ്മുടെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉന്നത തല യോഗം വിളിച്ചിട്ടുണ്ട്. ഈ ഉന്നത തല എന്ന് പറഞ്ഞാൽ ഉന്നതന്മാരും പ്രമുഖന്മാരും കൂടിയാണ് കൈയിട്ട് കേരളം കട്ടുകൊണ്ടു പോണത്. ഇവിടെ പോക്കറ്റടിക്കാരും മാല പൊട്ടിക്കുന്നവരും ഒക്കെ വളരെ മാന്യന്മാരാണ്. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ പല തറ ഗുണ്ടകളും കള്ളന്മാരും ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെക്കാട്ടിലും മനുഷ്യത്വമുള്ളവരാണ് കള്ളന്മാർ. ഒരു കാര്യം കൂടി കൊണ്ടുവരികയാണ്. അതായത് നമ്മുടെയൊക്കെ കാര്യം ഇങ്ങനെ തന്നെയാണെങ്കിൽ പോലും ഇവിടെ ഈ സന്നദ്ധ പ്രവർത്തനത്തിൽ, ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരുണ്ട്, നേവിക്കാരടക്കം, അതുപോലെ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പോയവരൊക്കെ ഉണ്ട്. സാധാരണക്കാർ, ഒരു ജോലിയും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഒരു ജോലിയും കിട്ടാത്തവർ, അവർക്കൊക്കെ മതിയായ മാസ്ക് പോലും അവിടെ ഇല്ല. അവരൊക്കെ തോർത്തും തൂവാലയും ഒക്കെ കെട്ടിക്കൊണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങളുടെ റിപ്പോർട്ടിൽ, ഞങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസിൽ. സത്യത്തിൽ എന്താണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ശ്രീ ബെന്നി ജോസഫ്? അല്ല, നമുക്കിവിടെ ഒരു ദുരന്ത നിവാരണം ഉണ്ടല്ലോ, അതിലെ ഉദ്യോഗസ്ഥരെ നിങ്ങളൊരു ചർച്ചയ്ക്ക് വിളിക്കുക. അവർ വരില്ല. കാരണം ദുരന്ത നിവാരണം അറിഞ്ഞിട്ടേക്കണ പേരാണ്, ദുരന്തങ്ങളാണ്. കുറെ കാശ് വൗച്ചറിട്ട് എഴുതിയെടുക്കാന്നല്ലാണ്ട് ദുരന്ത നിവാരണ സേന എന്ന് പറഞ്ഞ് കൊച്ചിയിലുള്ളവർ എന്ത് ചെയ്തു? ഒരു റിപ്പോർട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, ഉത്തരം ഉണ്ടാവൂല. ഇനി നമ്മൾ വിവരാവകാശം വെക്കണം. ഇവിടുത്തെ MLA MP ഒന്നും ചത്തുപോയിട്ടില്ലല്ലോ, അവർക്കൊന്ന് അന്വേഷിക്കാമല്ലോ.
ഈ ദുരന്ത നിവാരണം എന്ത് ചെയ്തു? പിന്നെ നമ്മൾ എല്ലാ ചാനലിലും കണ്ടില്ലേ, ഈ ഫയർ എഞ്ചിന്റെ വർക്കേഴ്സ് പോലും എന്തെങ്കിലും ആധുനിക വസ്ത്രം ധരിച്ചിട്ടോ എന്തെങ്കിലും പ്രിക്കോഷൻ എടുത്തിട്ടോ ആണോ അവിടെ പോയത്? പിന്നെ 10 കൊല്ലത്തെ അഴിമതിയാണ് കത്തിയത്. 52 കോടി രൂപയുടെ അഴിമതി 1 രൂപയുടെ തീപ്പെട്ടിയിൽ. ഇതിന്റെ അകത്ത് ഉണ്ടാവാൻ പോണത് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും ആർജവമുള്ള മുഖ്യമന്ത്രിയോടും എനിക്ക് പറയാനുള്ളത്, ഈ കേസ് ഒരു സ്പെഷ്യൽ ടീം അന്വേഷിച്ച് 6 മാസത്തിനകം പ്രതികളെ എല്ലാ ശനിയാഴ്ചയും ട്രയൽ എടുത്തുകൊണ്ട് 6 മാസം കൊണ്ട് ഒരു സ്പീഡ് കോർട്ട് വഴി കുറ്റക്കാരെ ശിക്ഷിച്ചാൽ ഈ നാട് നന്നാവും. അതെ, അത്രത്തോളം ഗൗരവമുള്ള കേസാണ്. അങ്ങ് പറയുന്നത് പോലെ വരാനിരിക്കുന്ന തലമുറകളെ പോലും ഇതിനകം ബാധിച്ചു കഴിഞ്ഞു എന്ന് അങ്ങ് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് അങ്ങനെയെങ്കിലും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൊച്ചിക്കാർക്കെങ്കിലും മനസ്സിലാകട്ടെ. നമ്മൾ ആമസോണിൽ കാട് കത്തിയപ്പോൾ ഇവിടെ കിടന്ന് നിലവിളിച്ചവരാണല്ലോ ശ്രീ ബെന്നി ജോസഫ്. അതുകൊണ്ടാണ് അവിടെ കാട് കത്തുമ്പോൾ നമുക്കിവിടെ വലിയ ആശങ്കയായിരുന്നു, ഇനി അവിടുന്ന് പുകയെല്ലാം കൂടി ഇങ്ങോട്ടടിച്ച് ഇവിടെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അതൊക്കെ പോട്ടെ, അവിടെ നിൽക്കട്ടെ. ഞാൻ അങ്ങനെയൊക്കെ വരികയാണ്, അല്പസമയം കൂടെ തുടരണം.